ഇതിൽ ഇന്ദിരാഗാന്ധിയുടെ ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അവർ ഈ പ്രോസ്തറ്റിക് മേക്കപ്പും കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ ഷീ ഈസ് ഇന്ദിരാഗാന്ധി. അവരുടെ ബോഡി ലാംഗ്വേജ് മാറും, അവർ സംസാരിക്കുന്ന രീതി മാറും, എല്ലാം മാറും. സോ ഇൻ ടു ദ ക്യാരക്ടറാണ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് അത് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ വെൻ ഷീസ് ഡയറക്ടിങ് ആസ് ഇന്ദിരാഗാന്ധി, ഷീസ് ഡയറക്ടിങ് ആസ് ഇന്ദിരാഗാന്ധി. ക്യാമറയ്ക്ക് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഈവൻ ഇപ്പോൾ ഒരു 16mm ലെൻസിട്ടും ഒരു 80mm ലെൻസിട്ട് പെർഫോം ചെയ്യുന്ന പെർഫോമൻസിലും വ്യത്യാസമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആനന്ദത്തിൽ നിവിനേട്ടനെ കണ്ടാണ് അത് ഞങ്ങൾ പഠിക്കുന്നത്. അതിലൊരു സീനിൽ നിവിനേട്ടൻ മറ്റൊരു വൈഡ് ഇട്ട് പെർഫോം ചെയ്യുമ്പോൾ പുള്ളിയുടെ പെർഫോമൻസിൻ്റെ മീറ്ററും ക്ലോസ് ഇടുമ്പോൾ പുള്ളിയുടെ സട്ടിലിറ്റി അവിടെ ഫോക്കസ് ചെയ്ത് പെർഫോം ചെയ്യുന്നതും തമ്മിൽ കണ്ടപ്പോൾ ആ ഒരു ഡിഫറൻസ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ലെൻസിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സിനിമയിൽ. ഓഫ് സ്ക്രീനിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചൊരു വിശാഖ ഉണ്ടായിരുന്നു, ഒരു ഡയറക്ടർ സ്വപ്നമൊക്കെ കൊണ്ടു നടന്നൊരു വിശാഖ. അപ്പോൾ അതിനെക്കുറിച്ച് പറയൂ. ആ സ്വപ്നം ഇപ്പോഴും മനസ്സിലുണ്ട്, ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ പണികൾ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ആരോടും പറയാണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സഞ്ജയ് ഗാന്ധിയുടെ ക്യാരക്ടർ എൻ്റെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ഇയാളുടെ ഹിസ്റ്ററിയോ ഇയാളുടെ സ്വഭാവം ഇയാൾ എങ്ങനെ ഇരിക്കുന്ന പോലും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. പിന്നെ ഡീപ്പ് ഡൈവ് ചെയ്യുമ്പോഴാണ് മനസ്സിലായി ഇയാൾ ഭയങ്കര ഒരു എക്സെൻട്രിക് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരെയും പെട്ടെന്ന് കയ്യിൽ നിന്നൊക്കെ പോകുന്ന ടൈപ്പ് ഒരു വ്യക്തിയായിരുന്നു. ഒരു ടിപ്പിക്കൽ റിച്ച് സ്പോയിൽ ബ്രാറ്റ് നെപ്പോ കിഡ് എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഒരു മനുഷ്യൻ. അപ്പോൾ ഞാനിപ്പോഴും നോൺ സ്റ്റോപ്പ് ഓഡിഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ കാസ്റ്റിംഗ് പ്രോസസ്സ് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സംടൈംസ് നമുക്ക് റോള് കിട്ടാത്തതിന് കാരണം നമ്മളൊരു നല്ലൊരു ആക്ടർ ആയതുകൊണ്ടായിരിക്കില്ല, ചിലപ്പോൾ ആ ക്യാരക്ടറിന് സൂട്ട് ചെയ്യുന്ന ആക്ടർ ആവാത്തതുകൊണ്ടാവാം. ഇപ്പോൾ ചിലപ്പോൾ ലുക്കായിരിക്കും, ഹൈറ്റ് ആവാം, വേറൊരു ആക്ടറിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഉള്ള ഒരു ഫ്രെയിമിങ്ങിൻ്റെ ഒരു ഭംഗി കുറവായിരിക്കാം. സോ ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി. പറ്റുന്ന അത്രയും ഓഡിഷൻ ചെയ്യുക, അതേ വഴിയുള്ളൂ. ക്ലബ് സ്റ്റുഡിയോയിൽ ഇന്ന് എൻ്റെ കൂടെ പാൻ ഇന്ത്യൻ ആക്ടർ വിശാഖ്. വെൽക്കം. താങ്ക് യു അനക. പാൻ ഇന്ത്യൻ ആക്ടറിലൊരു ചെറിയ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം എല്ലാവരും പാൻ ഇന്ത്യൻ ആണല്ലോ, നമ്മൾ മാത്രമല്ല. പക്ഷെ നമ്മളെ സ്പെഷ്യലായി പറയുന്ന ഒരു പേരാണ്, അല്ലെങ്കിൽ ഒരു ടാഗാണത്. ഹൗ ഡു യു ഫീൽ? ഇറ്റ്സ് ഗ്രേറ്റ്. കാരണം കുറേ ചെറിയൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ പാനൊക്കെ പറഞ്ഞ പോലെ പാൻ ഇന്ത്യൻ റിലീസസ് ആയിട്ട് തിരിച്ചു വരുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. 8 years ആയി നമ്മൾ സിനിമയിൽ വന്നിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചും കൂടി ഒന്ന് പറയാം നമുക്ക്. ഇറ്റ്സ് ബീൻ എ ലോങ് ജേർണി, പക്ഷെ ഭയങ്കര റിവാർഡിംഗ് ആയിട്ടുള്ള ജേർണി ആയിട്ട് എനിക്ക് തോന്നുന്നത്. ആദ്യത്തെ ഒരു 2-3 വർഷം ഭയങ്കര വേറൊരു ഗ്രാഫിൽ കരിയർ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നൊരു സമയമായിരുന്നു. അതിൽ നിന്ന് പിന്നെ അറിഞ്ഞുകൊണ്ടൊരു ബ്രേക്ക് എടുക്കുകയും പിന്നെ കോവിഡ് സംഭവിക്കുകയും പിന്നെയാണ് ഈ പറഞ്ഞ പാൻ ഇന്ത്യൻ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഓപ്പൺ അപ്പ് ചെയ്യുകയും ഇപ്പോൾ വേറൊരു എന്താ പറയുക കുറച്ചും കൂടെ ഒരു മെച്യൂർ ആയിട്ടുള്ള റോൾസൊക്കെ കിട്ടി തുടങ്ങിയതൊക്കെ പിന്നെയാണ്. സോ ഇപ്പോൾ ഐ എം ഇൻ എ വെരി ഗുഡ് സ്പേസസ് വട്ട് ഐ ഫീൽ. എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്യാരക്ടേഴ്സും ചെയ്യുന്ന പടങ്ങളിലൂടെയൊക്കെ ഭയങ്കര എക്സ്പെക്ടേഷനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റൊക്കെ ഉള്ള ഒരു ഫേസിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഐഡന്റിറ്റി തന്ന നമ്മുടെ ആനന്ദം ഇപ്പോഴും എവിടേക്കെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡാ കുപ്പി എന്നൊരു വിളി കേൾക്കാറുണ്ടോ? അങ്ങനെ കേൾക്കാറില്ല, പക്ഷെ എന്നാലും ഇപ്പോഴും ആൾക്കാർ അറിയപ്പെടുന്നത് കുപ്പി എന്നുള്ള ഒരു ക്യാരക്ടർ മനസ്സിൽ വെച്ചുകൊണ്ടാണ്. ഇപ്പോഴും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സ്റ്റുഡിയോ വന്നപ്പോൾ പോലും ഇവിടുത്തെ വേറെ RJs ഒക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ അവർ മനസ്സിൽ എനിക്കറിയാം, അപ്പം തന്നെ അവരുടെ കാൽക്കുലേഷൻ പോകുന്നു, ഇത് കുപ്പിയല്ലേ, കുറേ ആയാലും കണ്ടിട്ട് എന്നുള്ളൊരു ഇതാണെന്നുള്ളത്. അപ്പോൾ അതൊരു ഗിഫ്റ്റാണ്, പക്ഷെ അതേ സമയത്ത് ഒരു കേഴ്സായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ ആ കാലത്ത് അങ്ങനെ ഓഡിഷൻ കൾച്ചറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ യുവർ ലാസ്റ്റ് റോൾ എന്താണോ അതിൻ്റെ ബേസിസിലേ നമുക്കിനി വേറെ ഫ്യൂച്ചർ റോൾസും കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പതുക്കെ അത് ബ്രേക്ക് ചെയ്യാൻ കൂടെ വേണ്ടിയാണ് ആ ഒരു ചെറിയൊരു ബ്രേക്കും അതൊക്കെ എടുത്തത്. ഓഡിയൻസിൻ്റെ മൈൻഡിലുള്ള നമ്മുടെ ഒരു പെർസെപ്ഷൻ കംപ്ലീറ്റ്ലി ക്ലീൻ ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ഫ്രഷ് ആയിട്ട് തുടങ്ങാമെന്നുള്ളൊരു ഇതിലൂടെ. അപ്പോൾ ഇപ്പോൾ വരുന്ന ക്യാരക്ടേഴ്സ് കുപ്പിയെ പോലത്തെ ക്യാരക്ടേഴ്സ് അല്ല, ബട്ട് ഐ എം ഹോപ്പിംഗ് ദി ഓഡിയൻസ് വിൽ അക്സെപ്റ്റ് ദം. ഓൺ സ്ക്രീനിലൊരു വിശാഖനെ നമുക്കറിയാം, ബട്ട് ഓഫ് സ്ക്രീനിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചൊരു വിശാഖ ഉണ്ടായിരുന്നു, ഒരു ഡയറക്ടർ സ്വപ്നമൊക്കെ കൊണ്ടു നടന്നൊരു വിശാഖ. അപ്പോൾ അതിനെക്കുറിച്ച് പറയൂ. ആ സ്വപ്നം ഇപ്പോഴും മനസ്സിലുണ്ട്, ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ പണികൾ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ആരോടും പറയാണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ലെറ്റ്സ് സീ. ഞങ്ങളെല്ലാവരും കുറച്ച് പേര് നല്ലൊരു ടെക്നിക്കൽ ടീം തന്നെ എൻ്റെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആക്ടേഴ്സിനടുത്ത് നമ്മൾ പതുക്കെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ദാറ്റ്സ് എ പ്രോസസ്. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ, സിനിമയല്ലേ. സൈലന്റ് അറ്റാക്ക് ആയിരിക്കും. യെസ്. ഓക്കെ, ഞാനൊരു പേര് ഓർമ്മിപ്പിക്കാം. ആൻഡ് അതിനെക്കുറിച്ച് അത് എനിക്ക് തോന്നുന്നു വിശാഖിന്റെ ലൈഫിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളായിരിക്കാം. ഐ ഹോപ്പ് സോ. പ്രഭ മാം. ഓ യാ. എന്ത് പറയണു, എവിടെയാണ് ആള്, ആൻഡ് എങ്ങനെയാണത് ആ ഒരു വ്യക്തിയുടെ ഇമ്പോർട്ടൻസ്? വെരി ഫണി ദാറ്റ് യു മെൻഷൻ പ്രഭ മാം. കാരണം ഇന്നലെ രാത്രിയും കൂടെ പുള്ളിക്കാരത്തി എന്നെ മെസ്സേജ് ചെയ്തേ ഉള്ളൂ. ഞങ്ങളുടെ സ്കൂളിന്റെ 25th ആനിവേഴ്സറി ആണ്. അപ്പോൾ അവരൊരു വലിയൊരു ഗ്രാൻഡ് മ്യൂസിക്കൽ പ്രൊഡക്ഷൻ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ വരണം, വീഡിയോ അയച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ മെസ്സേജ് ചെയ്തുള്ളൂ. ബട്ട് ലൈഫിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫിഗറാണ്. നമ്മളെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്ന ഒരു സ്റ്റേജിൽ പോസിറ്റീവായിട്ട് ഈ കലയും ഇങ്ങനത്തെ കാര്യങ്ങളിലും ഒരു ഫ്യൂച്ചർ ഉണ്ട്, ഇറ്റ്സ് ഓക്കെ, യു ഷുഡ് ക്യാരി ഓൺ ഇൻ ദാറ്റ് പാത്ത് എന്ന് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല എക്സെപ്റ്റ് ഫോർ പ്രഭ മാം. സോ ഷൗട്ട് ഔട്ട് ടു പ്രഭ മാം.
വേറെ നല്ല ഓർമ്മകൾ എന്തെങ്കിലും ഹുക്ക് ചെയ്യാനുണ്ടോ? അന്ന് ആ സമയത്ത് ഓർമ്മകൾ എന്ന് പറയുകയാണെങ്കിൽ അന്ന് നമ്മൾ കോളേജിൽ സ്കൂളിൽ നമ്മൾ നാടകങ്ങളൊക്കെ എഴുതി ഡയറക്റ്റ് ചെയ്യുക, നമ്മൾ ബാലെ പരിപാടിയില്ലേ, നമ്മൾ മറ്റേ ഈ പല സിനിമയിൽ നിന്നുള്ള ഡയലോഗ്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ അത് വെച്ചൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അങ്ങനത്തെ പരിപാടികളൊക്കെ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ സ്കൂൾ 11th ഗ്രേഡിൽ ഞങ്ങളുടെ കൾച്ചറൽ ഫെസ്റ്റിൻ്റെ ഇടയിലാണ് ഞാനും എൻ്റെ കുറേ ഫ്രണ്ട്സും കൂടെ ഉണ്ടാക്കി ഒരു ഷോർട്ട് ഫിലിം ആദ്യമായിട്ട് പബ്ലിക്കലി ഞങ്ങൾ ഒരു 500-600 സ്റ്റുഡൻസിൻ്റെ ഫ്രണ്ടിൽ കാണിക്കുന്നത്. അന്നാണ് മറ്റേ ബൾബ് കത്തിയത്, ഇത് ഈ പരിപാടി കൊള്ളാലോ, സിനിമ പിടിച്ചാലോ. ഷൂട്ട് ചെയ്തത് എങ്ങനെ? അത് ഞങ്ങൾ പഴയ മറ്റേ ഈ കാസറ്റ് ഇട്ടുള്ള ക്യാം കോഡേഴ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് മ്യൂസിക് ചെയ്ത് എല്ലാം ചെയ്ത് ഒരു 1.5 മണിക്കൂറിൻ്റെ ഒരു ഷോർട്ട് ഫിലിമായിരുന്നു. ഷോർട്ടൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ 1.5 മണിക്കൂറിൻ്റെ ഒരു സാധനമായിരുന്നു. ലക്കിലി പക്ഷെ അന്നത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കാണിച്ചപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഭയങ്കര നമുക്ക് എന്താ പറയുക, നമ്മൾ ഹൈ പോയിൻറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് ഹിറ്റായി. അപ്പോൾ ആ ഒരു ഓഡിയൻസിനെ നമ്മളൊരു ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്യുന്ന പോലെ നമുക്ക് കണ്ടക്ട് ചെയ്യാനുള്ളൊരു പവർ ഈ മീഡിയത്തിനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു വിശാഖിന്റെ സിനിമയുടെ ചൂസിങ്, അല്ലെങ്കിൽ പണ്ട് ചെറുപ്പത്തിൽ കണ്ടുകൊണ്ടിരുന്ന സിനിമകൾ ഭയങ്കര ഡിഫറെന്റ് ആണ്. സാധാരണ കുട്ടികൾ കാണുന്ന തരത്തിലുള്ള സിനിമകളല്ല വിശാഖ് ചൂസ് ചെയ്തിരുന്നത്. സോ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയാണ്? അല്ലെങ്കിൽ ഇപ്പൊ ചെയ്ത ക്യാരക്ടേഴ്സ് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് കണ്ടിരുന്ന ആ പിടിച്ചിരുത്തിയ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ മെൻഷൻ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു ക്യാരക്ടറിനെ മെൻഷൻ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ കുപ്പിയുടെ ഒരു എക്സാമ്പിൾ തന്നെ എടുത്ത് നോക്കാം. കുപ്പിയുടെ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ എന്നെ അതിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത കോമിക് ആക്ടേഴ്സ്, ഇപ്പോൾ ജിം ക്യാരി എന്നുള്ളൊരു ആക്ടർ എൻ്റെ ചൈൽഡ്ഹുഡിൽ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തൊരു ആക്ടറായിരുന്നു. അപ്പോൾ പുള്ളിയുടെ എന്തൊക്കെയോ ഇൻസ്പിറേഷൻസ് ആ ഒരു ക്യാരക്ടറിൽ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഈ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഇത് എവിടെ നമ്മൾ ഡ്രോ ചെയ്യുന്നു നമുക്കിങ്ങനെ പിൻ പോയിന്റ് ചെയ്ത് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അന്ന് കണ്ട പടങ്ങൾ ഒരു 6-7 വയസ്സുള്ളൊരു കുട്ടിക്ക് കാണേണ്ട പടങ്ങളായിരുന്നു. കുറച്ചും കൂടെ വയലൻ്റ് ആയിട്ടുള്ള, കുറച്ചും കൂടെ അഡൾട്ട് തീംസ് ഉള്ള പടങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ടാരന്റീനോ എന്നുള്ള സാധനമൊക്കെ നമ്മൾ 6-ാം വയസ്സിൽ തന്നെ അന്ന് അച്ഛൻ കാസറ്റ് എടുത്ത് തന്ന് ഞങ്ങൾ കണ്ട പടങ്ങളായിരുന്നു, പൾപ്പ് ഫിക്ഷനൊക്കെ. അപ്പോൾ ഐ തിങ്ക് ആ ഫിലിം എഡ്യൂക്കേഷൻ ഭയങ്കര യങ് ഏജിൽ തന്നെ തുടങ്ങി. ക്രെഡിറ്റ് ഗോസ് ടു മൈ ഫാദർ. പുള്ളിക്കാരനായിരുന്നു മറ്റേ ഈ സിനിമ കാസറ്റ്സ് ഒക്കെ എന്നും റെൻറ്റ് ചെയ്ത് കൊണ്ടുവന്ന് തന്ന് ഞങ്ങളെ ഓക്യുപ്പൈഡായിട്ട് വെക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അതിങ്ങനെ ഒരു ഭ്രാന്തായി മാറുന്ന പുള്ളി ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. സോ ഐ തിങ്ക് ആ എഡ്യൂക്കേഷൻ സ്റ്റാർട്ടഡ് ഏർലിയർ. ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ. അപ്പോൾ ഇപ്പോഴും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ഒക്കെ പുറത്തെ ആൾക്കാരാണ്. കാരണം വളർന്ന് വന്നപ്പോൾ കണ്ട പടങ്ങളൊക്കെ അതായിരുന്നു. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഹാർഡ് ടു പിൻ പോയിന്റ് ഇൻഫ്ലുവൻസസ്. പക്ഷേ ആ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക ഓപ്പണിംഗ് ടു ദ വേൾഡ് ഓഫ് സിനിമ, വേൾഡ് സിനിമ അന്ന് സംഭവിച്ചതിൽ ഭയങ്കരധികം ലക്കുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ കണ്ട സിനിമകളിൽ ഏതെങ്കിലും ഇപ്പോൾ വരാൻ പോകുന്ന ഡയറക്ഷനിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കുന്നു വിചാരിക്കാം. നമ്മൾ കാണുന്നതൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? ഓഫ് കോഴ്സ് എല്ലാം ഉണ്ട്. ഇപ്പോൾ ജുറാസിക് പാർക്ക് തൊട്ട് പൾപ്പ് ഫിക്ഷൻ വരെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഡയനോസോർ ഉണ്ടാവില്ല. ഇപ്പോൾ ജുറാസിക് പാർക്ക് കാണുകയാണെങ്കിൽ ഏതായിരിക്കും വിശാഖിനെ പിടിച്ചിരുത്തിയ ഒരു സാധനം ഏതായിരിക്കും? അതിലിപ്പോഴും നമുക്ക് ഐ തിങ്ക് ഈവൻ യു വിൽ റിമെമ്പർ, നമ്മൾ ആരും മറക്കാത്തൊരു ഇമേജ് ഉണ്ട്. നമ്മുടെ വലിയ ഏറ്റവും വലിയ ടൈറാനോസോറസ് റെക്സ് എന്നുള്ള സാധനം. അപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന നൈറ്റ് ഒരു സീനാണ്. അതിൽ മറ്റേ ഒരു ഗ്ലാസിന്റെ ഒരു ക്ലോസ് വാട്ടർ റിപ്പിൾ ചെയ്യും. അങ്ങനത്തെ ഐക്കോണിക് വിഷ്വൽസ് ഇപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ എംബെഡഡ് ആണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ സസ്പെൻസ് ബിൽഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ആ ഒരു ടെൻഷൻ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഒന്നുമില്ല, ഒരു ഗ്ലാസ് വാട്ടർ ഉള്ളൂ, പക്ഷെ അതിലാണ് ആ ഡയറക്ടറിൻ്റെ ക്രാഫ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്ടർ വിശാഖ് ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ വിശാഖായി മാറിയൊരു കഥ കൂടി ഉണ്ട് വിനീതേട്ടൻ്റെ പടത്തിൽ ഹൃദയത്തിൽ. സോ ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ആ സമയത്ത് ഇൻഫാക്ട് കോവിഡിന് തൊട്ട് മുന്നേ ആയിരുന്നു തോന്നുന്നു, 2019 ആ സമയത്തായിരുന്നു. അപ്പോൾ എനിക്ക് വിനീതേട്ടനെ അസിസ്റ്റ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വിനീതേട്ടനോട് സംസാരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ അസിസ്റ്റ് അല്ലെങ്കിൽ ചേട്ടാ എങ്ങനെയെങ്കിലും പടത്തിൽ അഭിനയിക്കണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയെ മെസ്സേജ് ചെയ്തപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു, എടാ അതവിടെ നിൽക്കട്ടെ, പക്ഷേ ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്, കാസ്റ്റിംഗ് താല്പര്യമുണ്ടോ? കാരണം ഒരു 30-40 ന്യൂ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും കാസ്റ്റ് ചെയ്യണം. അങ്ങനെ വന്നപ്പോഴാണ് അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ആ പരിപാടി അങ്ങ് തുടങ്ങിയതാണ്. ഒരു 2-3 months എടുത്തു. ആൻഡ് അതിൽ നിന്ന് വന്ന പലരും ഇപ്പോൾ മലയാളത്തിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ കുറേ പടങ്ങളിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. പെട്ടെന്ന് ദിവസം കാണുമ്പോൾ ഇവൻ ഇതവനല്ലേ എന്ന് തോന്നുമ്പോൾ ഞാൻ കാശ്. പക്ഷേ അത് ഓരോരുത്തരുടെയും ഒരു ജേണി. അപ്പോൾ അതിൽ നമുക്കൊരു സ്റ്റാർട്ടിങ് കൊടുത്തു വയ്ക്കാം,
എന്ന് മാത്രമേ ഉള്ളൂ. അതായത് 2-3 months എടുത്തു കാസ്റ്റിംഗ് പ്രോസസ് അല്ല, കാസ്റ്റിംഗ് പ്രോസസ് തന്നെ 2-3 months എടുത്തു. കാരണം ഇത് നമ്മൾ ഓൺലൈൻ ഒരു കാസ്റ്റിംഗ് കോൾ ഇട്ട് ആൾക്കാർ വന്ന് അവരെ കൊണ്ട് ഡമ്മി സ്ക്രിപ്റ്റ്സ് പെർഫോം ചെയ്യിപ്പിച്ച് പിന്നെ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു ഐ തിങ്ക് 3 rounds ഒക്കെ കഴിഞ്ഞിട്ടാണ് ഫൈനൽ കാസ്റ്റിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഞാനൊരു ആക്ടർ ആണെങ്കിൽ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ വിശാഖനെ ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം? ഒന്നുമില്ല, എന്നെ ഡയറക്റ്റ്ലി അപ്രോച്ച് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇപ്പോഴും ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, ചേട്ടാ റോള് തരുമെന്ന് ചോദിച്ചുകൊണ്ട്. പക്ഷേ എന്നെ ഇപ്പോൾ അപ്രോച്ച് ചെയ്തിട്ട് ഒരു കാര്യമില്ല, കാരണം ഞാനിപ്പോൾ കാസ്റ്റിംഗ് ചെയ്യുന്നില്ല. പക്ഷേ ഈ കാസ്റ്റിംഗ് കൾച്ചർ ഐ തിങ്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് മലയാളത്തിൽ ഒരു റീസെൻറ്റ് ഫിനോമിനനാണ്. ഇപ്പോൾ ആസ് എൻ ആക്ടർ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ, നമുക്കൊരു ഓഡിയൻസ് വേണം. അതിപ്പോൾ ഒരു 2 പേരാണെങ്കിലും ശരി, ഒരു ക്യാമറ ആണെങ്കിലും ശരി, ഒരു 100 പേര് ഓഡിയൻസ് ആണെങ്കിലും ശരി. an audition is an opportunity to perform എന്നാണ് കുറേ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആസ് ആക്ടേഴ്സ് നമ്മളതിന് കോൺസ്റ്റൻ്റ്ലി ഹംഗ്രിയാണ്. അപ്പോൾ ഇനിയും അങ്ങനത്തെ ആ ഒരു കൾച്ചർ ഇവിടെ ഗ്രോ ചെയ്യണം, ഇനിയും അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവണം, എന്നാലേ ഈ പുതിയ ടാലൻസിനെ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന രീതിയിൽ വിശാഖ് നോക്കി കാണുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ടായിരിക്കുമല്ലോ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അത്രേ ഉള്ളൂ ദാറ്റ് അവിടെ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡയറക്ഷൻ അവരെത്രമാത്രം വില്ലിങ്ങിലി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. കാരണം മിക്ക ഫസ്റ്റ് ടൈം ആക്ടേഴ്സും റട്ട പഠിച്ച് ഒരു സെറ്റ് ഒരു ഫോമിലായിട്ട് അവിടെ വന്നിട്ട് അതിൽ നിന്ന് മാറാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഫിലിം ആക്ടിങ് ഒരു ആക്ടേഴ്സ് മീഡിയം അല്ല, ഒരു ഡയറക്ടേഴ്സ് മീഡിയമാണ്. അപ്പോൾ അവിടെ പോയി പെർഫോം ചെയ്യുമ്പോൾ ഡയറക്ടർ പറയുന്ന ചെറിയ ഇൻസ്ട്രക്ഷൻസ് പോലും നമുക്ക് എങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ അത് ഇൻറ്റേർണലൈസ് ചെയ്ത് എങ്ങനെ പെർഫോമൻസിൽ കൊണ്ടുവരാൻ പറ്റും, അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നൊരു കാര്യം. അത് ഓക്കെയാണെങ്കിൽ പിന്നെ ബാക്കി ലുക്കും കാര്യങ്ങളൊക്കെ സെറ്റാണെങ്കിൽ നമുക്ക് ക്യാരക്ടറിന് ഓക്കെ ആയിരിക്കും. പിന്നെ പലപ്പോഴും ആസ് എൻ ആക്ടർ എനിക്ക് തോന്നുന്നൊരു കാര്യം വെച്ചാൽ ദാറ്റ് ഇപ്പോൾ ഞാനിപ്പോഴും നോൺ സ്റ്റോപ്പ് ഓഡിഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ കാസ്റ്റിംഗ് പ്രോസസ്സ് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദാറ്റ് സംടൈംസ് നമുക്ക് റോള് കിട്ടാത്തതിന് കാരണം നമ്മളൊരു നല്ലൊരു ആക്ടർ ആയതുകൊണ്ടായിരിക്കില്ല, ചിലപ്പോൾ ആ ക്യാരക്ടറിന് സൂട്ട് ചെയ്യുന്ന ആക്ടർ ആവാത്തതുകൊണ്ടാവാം. ഇപ്പോൾ ചിലപ്പോൾ ലുക്കായിരിക്കും, ഹൈറ്റ് ആവാം, വേറൊരു ആക്ടറിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഉള്ള ഒരു ഫ്രെയിമിങ്ങിൻ്റെ ഒരു ഭംഗി കുറവായിരിക്കാം. സോ ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി, പറ്റുന്ന അത്രയും ഓഡിഷൻ ചെയ്യുക, അതേ വഴിയുള്ളൂ ഈ ഒരു സ്പേസിൽ. കാസ്റ്റിംഗ് ഡയറക്ടറിന് ശേഷം നമ്മൾ ഫിലിമിൽ അഭിനയിച്ചു. സോ ആ ഒരു ടേൺ ആണ്, ലൈക്ക് ഒരു റോൾ ചേഞ്ച് ആണ്. അപ്പോൾ അതിനെ എങ്ങനെ അഡാപ്റ്റ് ചെയ്തു? ലൈക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഓക്കെ ഞാൻ സിനിമയിൽ അഭിനയിക്കാം, ഓൺ സ്ക്രീൻ വരാൻ പോവാണ്. അപ്പോൾ കാസ്റ്റിംഗ് ഡയറക്ഷനിൽ നിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ഞാൻ ചൂസ് ചെയ്യുന്ന ക്യാരക്ടറിന് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിച്ചിരുന്നോ? ഓൺ സ്ക്രീൻ പെർഫോമൻസിന് തന്നെ അങ്ങനെ ദാറ്റ് ഹാസൻ ചേഞ്ച്ഡ്. പക്ഷേ ഞാനിപ്പോൾ ഓഡിഷൻസ് അപ്രോച്ച് ചെയ്യുന്ന രീതി കുറച്ചും കൂടെ മാറിയിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടെ എന്നെ ഓഡിഷൻ ചെയ്യുന്ന ആളെ മനസ്സിലാക്കാൻ നോക്കും, ആ പ്രോജക്റ്റിനെ മനസ്സിലാക്കാൻ നോക്കും, ആ ഡയറക്ടർ ഇതിനു മുന്നേ ചെയ്ത പടങ്ങൾ ഏതാണ്, പുള്ളിയുടെ ഒരു മീറ്റർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഞാനിപ്പോൾ ശ്രമിക്കും. പണ്ട് ഞാൻ ബ്ലാങ്കായിട്ട് എൻ്റെ ഒരു ഇൻ്റർപ്രിറ്റേഷൻ മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ അവരെന്താണെന്ന് മനസ്സിലാക്കി അവരുടെ റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കാനുള്ള ഒരു എഫേർട്ടും കൂടെ ഇപ്പോൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മെയിൻ പോയിന്റ് എമർജൻസിയിലോട്ട് വരികയാണ്. സോ എമർജൻസിക്ക് മുമ്പ് തേജസ് ചെയ്തിരുന്നു. കങ്കണ അത് ആക്ടർ ആയിരുന്നു ആ സമയത്ത്, ലൈക്ക് ആക്ട്രസ് ആയിരുന്നു കങ്കണ. സോ ഫസ്റ്റ് മൂവി കങ്കണയുടെ കൂടെ തേജസ് ആയിരുന്നു. അതിൽ നിന്ന് പിന്നെ കങ്കണ ഡയറക്റ്റ് ചെയ്യുന്ന മൂവിയിലേക്ക് എത്തി. സോ എങ്ങനെയായിരുന്നു ആ ഡിഫറൻസ്, കങ്കണ ആസ് ആൻ ആക്ടർ, കങ്കണ ആസ് എ ഡയറക്ടർ? ഭയങ്കര ഡിഫറൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. ബട്ട് ഐ തിങ്ക് അൾട്ടിമേറ്റ്ലി പുള്ളിക്കാരത്തി ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ഇൻ ദാറ്റ് സെൻസ്. കാരണം എമർജൻസിയിൽ പുള്ളിക്കാരത്തി എഴുതി ഡയറക്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് സ്റ്റാർ ചെയ്തൊരു സിനിമയാണ്. സോ ദാറ്റ്സ് നോട്ട് ഈസി. തേജസിൽ പുള്ളിക്കാരത്തി ഒരു സ്റ്റാർ ആയിരുന്നു. അപ്പോൾ കൂടെ വരുമ്പോൾ ഒബിയസ്ലി ഒരു സ്റ്റാർ ആവുന്നതിൻ്റെ എല്ലാ ഓൺട്രാജ് ഉണ്ട്, കൂടെ അവരുടെ ഒരു സ്റ്റാറിൻ്റെ ഒരു എയറൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എമർജൻസിയിൽ അങ്ങനെയല്ലായിരുന്നു. അവർ കുറച്ചും കൂടെ എല്ലാത്തിനും റെഡിയാണ്, ഓടി നടന്ന് സാരിയൊക്കെ മടക്കി കുത്തിപ്പോയി പണിയെടുക്കുന്ന ടൈപ്പ് ഒരു മൂഡിലേക്ക് അവരെത്തിയായിരുന്നു. വാസ് ഇൻട്രസ്റ്റിംഗ് വാസ് അവർ പക്ഷേ ഇതിൽ ഇന്ദിരാഗാന്ധിയുടെ ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അവർ ഈ പ്രോസ്തറ്റിക് മേക്കപ്പും കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ ഷീ ഈസ് ഇന്ദിരാഗാന്ധി. അവരുടെ ബോഡി ലാംഗ്വേജ് മാറും, അവർ സംസാരിക്കുന്ന രീതി മാറും, എല്ലാം മാറും. സോ ഇൻ ടു ദ ക്യാരക്ടറാണ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് അത് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ when she's directing as Indira Gandhi, she's directing as Indira Gandhi. കങ്കണയല്ല അപ്പോൾ അവിടെ ആക്ഷൻ കട്ട് വിളിക്കുന്നത്. ഇറ്റ്സ് ഇന്ദിരാ ഗാന്ധി ഇൻ ഹർ വോയിസ് ആക്ഷൻ കട്ട് പറയുന്നത്. ഭയങ്കര വിയേർഡ് ഒരു ഫീലിംഗ് ആയിരുന്നു ആദ്യം. അത് യൂസ്ഡ് ആവാൻ കുറച്ച് 2 ദിവസം പിടിച്ചു. പക്ഷേ ഇറ്റ് വാസ് റിയലി കൂൾ. ഇങ്ങനെ മൾട്ടിപ്പിൾ ഹാറ്റ്സ് ഇടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനും. ആൻഡ് ടു സീ someone do it so well, അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ആ സെറ്റിൽ തന്നെ കുറേ കൂടി മദർലി ഫീൽ കൊണ്ടുവന്നിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു അപ്പോൾ? അത് ഐ തിങ്ക് അവരുടെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അവരുടെ ഒരു സോ കോൾഡ് മെത്തേഡിൻ്റെ ഭാഗമായിരിക്കാം.
ഒന്നുമില്ല, സ്മോൾ തിങ്സ്. ഇപ്പോൾ നമ്മളിപ്പോൾ പിള്ളേർ ഇപ്പോൾ ഒരു അമ്മയാണെങ്കിൽ മോനോട് മോനെ ഇങ്ങോട്ടോ അവിടെ ഇരിക്കുക, എന്തെങ്കിലും കഴിക്കുക എന്നൊക്കെ പറയുമല്ലോ, അല്ലെങ്കിൽ മോനെ വാദിച്ചിട്ട് ഈ സീനൊന്നും കണ്ടു നോക്കുക, എങ്ങനെയുണ്ട്, രസമുണ്ടല്ലോ, നീ ഇവിടെ ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ടോ. അതുപോലെ തന്നെ ചീത്തയും വിളിച്ചിട്ടുണ്ട് എല്ലാവരും മുന്നിൽ വെച്ചിട്ട്. ചുമ്മാ മറ്റേ ജസ്റ്റ് ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ ഡീപ്പർ ആക്കാനുള്ള കാര്യമായിരിക്കും. ഇറ്റ് വാസ് എ വെരി സില്ലി റീസൺ. പക്ഷെ എന്നാലും എനിക്ക് ഇങ്ങനത്തെ ഒരു വശമുണ്ട്, എനിക്ക് ഐ സ്റ്റിൽ ഹാവ് ദിസ് പവർ ഓവർ യു എന്ന് കാണിക്കാനായിട്ട് അതും അവർ ചെയ്തിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ആ ഒരു ഡൈനാമിക് ഓൺ സ്ക്രീൻ വന്നതും ഐ തിങ്ക് വാസ് പ്രിറ്റി കൂൾ. പക്ഷെ തേജസിന്റെ ട്രെയിലർ നോക്കുകയാണെങ്കിൽ വിശാഖനെ അങ്ങനെ ഭയങ്കര എടുത്ത് കാണിച്ച് ആകെ ഞാൻ ഒരൊറ്റ സീൻ മാത്രമേ ഇങ്ങനെ അതിൽ രണ്ടാമത് മനസ്സിലാവാത്തതിന് കാരണം ഇതായിരിക്കും. അതിൽ എനിക്ക് മറ്റേ വലിയ താടിയും മുടിയൊക്കെ ഉള്ള ഒരു ലുക്കാണ്. അത് ഞാനായിരുന്നു അങ്ങനെ ഒരു സംഭവം കൊടുത്തത്, ലൈക് തിരിച്ചറിയരുത് എന്ന് വിചാരിച്ചു. അതായിരുന്നു പുള്ളിയുടെ ഉദ്ദേശം. അത് തന്നെയായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ കാണുന്ന ഒരു ക്യാരക്ടറിനെ സെക്കൻഡ് ഹാഫിൽ വേറൊരു കോലത്തിൽ ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെയുടെ ക്യാരക്ടർ മാത്രമാണ് റിയലൈസ് ചെയ്യുന്നത് ഇത് അവനല്ലേ എന്ന് മനസ്സിലാക്കുന്നത്. ആ സസ്പെൻസ് ആ പടത്തിന് ആവശ്യമായിരുന്നു, അതുകൊണ്ട് അവർ ഇൻക്ലൂഡ് ചെയ്തതാണ്. പക്ഷെ അങ്ങനെ രണ്ട് ലുക്ക് ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിൽ മറ്റേ ഫുൾ ബോൾഡും മറ്റേ നേവി എയർഫോഴ്സ് കാരെ കാണുന്ന പോലത്തെ ഒരു ലുക്കും, രണ്ടാമത്തേൽ മറ്റേ താടിയൊക്കെ വളർത്തി ഒരു എന്താ റോ സ്പൈ ആയിട്ടായിരുന്നു. അപ്പോൾ ബിഹൈൻഡ് എനിമി ലൈൻസ് ഒരു പ്രിസണറായിട്ട് വെച്ചിരിക്കുന്ന ഒരു സ്പൈ ആയിട്ട്. അതൊരു വല്ലാത്ത ട്രെയിലറിലെ വല്ലാത്തൊരു സസ്പെൻസ് ആയി പോയി. ഏതായാലും വിശാഖിന് ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലേ? പക്ഷേ ഞാൻ ചോദിക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ തിയേറ്റർ ആർട്ടിസ്റ്റുകളെ കാണുകയാണെങ്കിൽ ഭയങ്കര ഓപ്പൺ ആണ്. ലൈക്ക് അവർ ചെയ്യണ സമയം ഭയങ്കര വൈഡായിട്ട് ചെയ്യണം. ലൈക്ക് ഇവിടെ ഞാൻ ഇരിക്കുകയാണെങ്കിൽ, ഇവിടെ ഞാൻ നിന്ന് പെർഫോം ചെയ്യുകയാണെങ്കിൽ അറ്റത്തിരിക്കുന്ന ആൾക്കത് എത്തണം എന്നുള്ളതാണ് പോയിന്റ്. പക്ഷെ വെൻ കം ടു ക്യാമറ, ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ, അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കുറച്ച് ചെയ്താൽ മതി എന്നുള്ളതാണ്. ആ ഒരു സാധനം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു? ആദ്യത്തെ ഒരു ഫിലിമിൻ്റെ സമയത്ത് ഇറ്റ് ടുക്ക് സം അഡ്ജസ്റ്റ്മെൻറ്റ്. കാരണം ഞാൻ അങ്ങനെ കൂടുതലും തിയേറ്ററായിരുന്നു ആ സമയത്ത് ആസ് എൻ ആക്ടർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എന്നാൽ ഷോർട്ട് ഫിലിംസും ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ലേണിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത് ഐ തിങ്ക് അതിൻ്റെ ഡയറക്ടറും DOPയും ഒക്കെ നമ്മളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് പിന്നെ ഞങ്ങളെ തുറന്നു വിട്ടായിരുന്നു. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞങ്ങളത് ഒപ്പിയെടുത്തോളാം. അപ്പോൾ ഞങ്ങൾ 7 പേരിലും തമ്മിലൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു, ഒരു റിയൽ ജെന്യുവൻ കെമിസ്ട്രി ഉണ്ടായിരുന്നു. അതാണ് പിന്നെ സ്ക്രീനിലേക്ക് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്തത്. ബട്ട് അവിടെയും മറ്റേ ഒന്നും കുറയ്ക്കാം ഒന്നും കൂട്ടാം എന്നുള്ള ഒരു ചെറിയൊരു ഡയറക്ഷനിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കിയത്. ഓക്കെ, ദിസ് ഇസ് ദ മീറ്റർ. പിന്നെ ഈ സാധനം ഓരോ ക്യാരക്ടറിന് മാറുമല്ലോ. ഇപ്പോൾ കുപ്പി ഭയങ്കര ലൗഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഇപ്പോഴും ചിലവർ എന്നോട് അത് കുറച്ച് ഓവറായിരുന്നു എന്ന് പറയുന്ന കുറേ പേരുണ്ട്, വിച്ച് ഐ കംപ്ലീറ്റ്ലി എഗ്രി വിത്ത്. പക്ഷെ ആ ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പോൾ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഞാൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടറും അങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ ആ ഒരു ക്യാരക്ടറിന് ഒരു മീറ്റർ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ പെർഫോം ചെയ്യുന്നതാണ് നമ്മുടെ ആസ് എൻ ആക്ടർ നമ്മുടെ ജോലി. ആൾക്കാരെന്ത് പറയുന്നതൊക്കെ ഇസ് സെക്കൻഡറി. ബട്ട് ദിസ് ഇസ് എ വെരി റിയൽ തിങ്. ഇപ്പോൾ ക്യാമറയ്ക്ക് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഈവൻ ഇപ്പോൾ ഒരു 16mm ലെൻസിട്ടും ഒരു 80mm ലെൻസിട്ട് പെർഫോം ചെയ്യുന്ന പെർഫോമൻസിലും വ്യത്യാസമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആനന്ദത്തിൽ നിവിനേട്ടനെ കണ്ടാണ് അത് ഞങ്ങൾ പഠിക്കുന്നത്. അതിലൊരു സീനിൽ നിവിനേട്ടൻ മറ്റൊരു വൈഡ് ഇട്ട് പെർഫോം ചെയ്യുമ്പോൾ പുള്ളിയുടെ പെർഫോമൻസിൻ്റെ മീറ്ററും ക്ലോസ് ഇടുമ്പോൾ പുള്ളിയുടെ സട്ടിലിറ്റി അവിടെ ഫോക്കസ് ചെയ്ത് പെർഫോം ചെയ്യുന്നതും തമ്മിൽ കണ്ടപ്പോൾ ആ ഒരു ഡിഫറൻസ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ലെൻസിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സിനിമയിൽ എന്നുള്ളൊരു കാര്യം. എനിക്ക് തോന്നുന്നു എക്സിറ്റിൽ കുറച്ചും കൂടി അത് ഹെൽപ്ഫുൾ ആയിരുന്നിരിക്കും ഈ തിയേറ്റർ. ആബ്സല്യൂട്ട്ലി. കാരണം ഈ ഫിസിക്കാലിറ്റി എന്ന് പറയുന്ന ഇപ്പം നമ്മളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് ആക്ടിങ് ഉണ്ട്, നാച്ചുറലിസ്റ്റിക് ബിഹേവിയറൽ ആക്ടിങ് എന്ന് പറയുന്നൊരു സാധനം. അതിൽ നമ്മൾ അഭിനയിക്കേണ്ടെന്ന് നമ്മളോട് പറയുള്ളൂ, നമ്മളോട് ബിഹേവ് ചെയ്യാനേ പറയുള്ളൂ, അല്ലേ? അപ്പോൾ അതിപ്പോൾ അനഘയുടെ ഒരു നാച്ചുറൽ പേഴ്സണാലിറ്റി എന്താണോ ആ നാച്ചുറൽ പേഴ്സണാലിറ്റീനെ ഇവിടുന്ന് പ്ലാൻ ചെയ്ത് വേറൊരു കോസ്റ്റ്യൂമും ലുക്കും മാറ്റി വേറൊരു സെറ്റിങ്ങിലേക്ക് മാറ്റി ഒരു ക്യാരക്ടറായി മാറും എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സാണ് അതിൻ്റേത്. പക്ഷെ ചില ക്യാരക്ടേഴ്സിന് അങ്ങനെ ചെയ്താൽ പോരാ. ഭയങ്കര ഫിസിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ഭയങ്കര ബിഹേവിയറൽ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് മേക്ക് ഓവർ ആവശ്യമുള്ള ക്യാരക്ടേഴ്സിന് ഈ ഒരു നാച്ചുറലിസ്റ്റിക് മെത്തേഡ് വർക്ക് ആവില്ല. ഇറ്റ് റിക്വയർസ് യു ടു പുഷ് മോർ. അപ്പോൾ തിയേറ്റർ ആസ് എ ട്രെയിനിങ് മീഡിയം ഫോർ ആൻ ആക്ടർ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളവിടെ നമ്മുടെ ബോഡി ആസ് എൻ ഇൻസ്ട്രുമെൻറ്റ് എന്നുള്ളൊരു കാര്യത്തിന് ഭയങ്കരമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നൊരു സ്പേസാണ്. അപ്പോൾ എൻ്റെ വോയിസിൻ്റെ ലെവൽ എന്താണ്, എൻ്റെ പിച്ച് എവിടെ വരെ പോകാൻ പറ്റും, എൻ്റെ ബോഡിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനെ എന്തൊക്കെ ട്രെയിൻ ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തിങ്ക് ചെയ്യണമെങ്കിൽ ഐ തിങ്ക് ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. എക്സിറ്റ് ശരിക്കും കാണുമ്പോൾ നമ്മൾ ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ കാണുന്നുണ്ടാവുക, ഏത് സീനാണ് ഞാൻ നോക്കണ്ടേന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ ആൾക്കാർ ഇരുന്നിട്ടുണ്ടാവുക. അതിൻ്റെ ട്രെയിനിങ് പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ട്രെയിനിങ് ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 2 months-ഓളം 1 to 2 months ഞങ്ങൾ ആനിമൽ ഫ്ലോ എന്ന് പറഞ്ഞൊരു മൂവ്മെൻറ്റ് സ്റ്റഡി ഉണ്ട്. അത് ഞങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്തു. കാരണം ഇയാൾ എപ്പോഴും 4 കാലമേയാണ്. അപ്പോൾ ഒരു നോർമൽ മനുഷ്യൻ നിൽക്കുന്ന പോലെയോ ഇരിക്കുന്ന പോലെയോ ഒന്നും ഇരിക്കാൻ പാടില്ല. അപ്പോൾ ബിക്കോസ് ഓഫ് ദാറ്റ് ഇങ്ങനത്തെ ഒരു പുതിയൊരു ബോഡി ലാംഗ്വേജ് ഒരു മെത്തഡോളജി കൊണ്ടുവരാൻ
എന്ന് വിചാരിച്ച് അങ്ങനത്തെ ഒരു സാധനം ട്രെയിൻ ചെയ്തായിരുന്നു. പിന്നെ ഭാഷയില്ല ഇയാൾക്ക്, ഡയലോഗില്ല. അപ്പം ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ഒരു 25 years ആയിട്ട് ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എന്തായിരിക്കും പുള്ളി ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ എന്നൊക്കെ അതിനെക്കുറിച്ചൊക്കെ കുറേ ആലോചിച്ച് ചിന്തിച്ച് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയെടുത്താണ് എക്സിറ്റിലെ ആ ഒരു പച്ചമാംസത്തിന്റെ ഒരു കഥ ബാക്കിയുണ്ട്. പച്ചമാംസമൊക്കെ കഴിക്കേണ്ടി വന്നതോ അത് ഭയങ്കര കോമഡി ആയിരുന്നു. അയ്യോ അത് മറ്റേ ആ ഡയറക്ടർ വന്നിട്ട് എടാ ഇതാണ് തെർമക്കോൾ, ഇതാണ് ശരിക്കുള്ള സാധനം, നിനക്ക് ഏത് വേണം, മറ്റേ തെർമക്കോൾ വായിലിട്ടിട്ട് ഒരു സുഖം കിട്ടിയില്ല, മറ്റേ ചവയ്ക്കാന്ന് പറഞ്ഞാൽ അത് ചവച്ചു. ഇപ്പൊ എല്ലാവരും മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ഈ സുഷി കഴിക്കണ പോലെ ആ അവസ്ഥയായിരുന്നോ? ആക്ച്വലി ഞാൻ ഈയിടെ ജപ്പാനിൽ പോയായിരുന്നു. ഞാനന്ന് കഴിച്ചത് ബീഫായിരുന്നു. ബീഫിന്റെ ഈ സൂഷി വെറൈറ്റി ഉണ്ടോ എന്തെന്നറിയോ, മറ്റേ സഷി റോ ബീഫ് സ്ലൈസ് ചെയ്തിട്ട് അവർ ചുമ്മാ കഴിക്കുന്ന ഒരു വെറൈറ്റി ഉണ്ട്. ഞാൻ ബീഫ് സഷീമി എന്നുള്ളൊരു കാര്യം ഞാൻ അങ്ങനെ ഞാൻ ഇപ്പം കഴിച്ചില്ല, പക്ഷെ എക്സിറ്റിന് സമയത്ത് ഞാൻ കഴിച്ചായിരുന്നു. അവിടെ ജപ്പാൻ ഓൾറെഡി കിട്ടിയതാണെന്ന്. ഓക്കെ, അടിപൊളി. വെൻ കം ബാക്ക് ടു എമർജൻസി, ആ സമയത്ത് ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എങ്ങനെയാണ് അത് ബാധിച്ചത്? ഓണസ്റ്റ്ലി ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, മോർ ദൻ ഇഷ്യൂസ് ആൻഡ് എനിത്തിങ് എൽസ്. കാരണം ഞാൻ ആ ട്രെയിലറിൽ എൻ്റെ ക്യാരക്ടറിന് കൊടുത്ത ആ ഒരു സോ കോൾഡ് മാസ് ബിൽഡപ്പും പ്രോമിനൻസും കാര്യങ്ങളൊന്നും ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. ട്രെയിലറിൽ അവരങ്ങനെ ഒരു സ്പേസ് ഈ ക്യാരക്ടറിന് വെക്കും എന്നുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ലടിച്ചു. പെട്ടെന്ന് തന്നെ ഒരു കുറച്ചൊരു ബസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. മീഡിയ ഒന്നും കുറച്ച് അറ്റൻഷൻ കിട്ടി. നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള കുറേ പേര് വിളിച്ചിട്ടിട്ട് എടാ ഇങ്ങനത്തെ സാധനം പ്രതീക്ഷയില്ല, അടിപൊളിയാണെന്നുള്ള രീതിയിൽ കുറേ പേര് പറഞ്ഞു. അപ്പോൾ ആ ഒരു ത്രില്ലായിരുന്നു ഞാൻ നിന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഇഷ്യൂ സംഭവിക്കുന്നത് വാസ് ക്ലോസർ ടു റിലീസ്. മേ ബി ഐ തിങ്ക് ഒരു 1 week ബിഫോർ റിലീസാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഒരു പൊളിറ്റിക്കൽ ഫിലിം ആകുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസാണ് ഇതൊക്കെ. ഞങ്ങളെല്ലാം എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു, പക്ഷേ അത് കാരണം പടത്തിൻ്റെ റിലീസ് ഒന്നുകൂടെ പുഷാവും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ബിക്കോസ് ഇറ്റ് ഓൾറെഡി ഗോട്ട് പുഷ്ഡ്. ഇപ്പോൾ 3 തവണ ഓൾറെഡി പുഷായിട്ടുണ്ട് ഈ ഫിലിം. ആൻഡ് 3ാമത്തെ തവണ സംഭവിക്കാൻ കാരണം വാസ് ബിക്കോസ് ഓഫ് ദ പൊളിറ്റിക്കൽ പ്രോബ്ലം. കുറച്ച് ഇഷ്യൂ ഉണ്ടായി. അതൊന്ന് പടം തീർന്നിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമതപ്പോഴത്തേക്കും ഇവർക്ക് MP ടിക്കറ്റ് കിട്ടിയായിരുന്നു കങ്കനയ്ക്ക്. അപ്പോൾ അതിൻ്റെ മറ്റേ ഇലക്ഷൻ്റെ പ്രോസസ്സിൽ ബിസിയായി പോയി, അത്രേ ഉള്ളൂ. ബട്ട് ഇതിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ അത് കുറച്ച് ബ്ലോ അപ്പ് ചെയ്തു. ഓൺലൈൻ കുറേ ഹേറ്റ്ഫുൾ ആയിട്ടുള്ള കുറേ മെസ്സേജസും കുറച്ച് ഡെത്ത് ത്രെറ്റ്സും ഒക്കെ വന്ന് തുടങ്ങിയപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വെറുതെ വിട്ട കാര്യമില്ല എന്ന് മനസ്സിലായി. വൈഫ് അവിടെ തൊട്ടപ്പുറത്തിരുന്നിട്ട് അവൾ മറ്റേ ഓരോ മെസ്സേജിനും സെപ്പറേറ്റ്ലി ഇൻഡിവിജ്വലി ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. പാവം, ഇതെൻ്റെ ഹസ്ബൻഡ് അല്ല, ഇത് ഞാനല്ല, പുള്ളി വേറെ ക്യാരക്ടർ പ്ലേ ചെയ്തേക്കുന്നത്. ഫാമിലി തന്നെ ബാധിക്കാൻ തുടങ്ങിയതാണോ? കാരണം അവരുടെ മെസ്സേജസും അങ്ങനത്തേതായിരുന്നു. നിങ്ങളുടെ ഫാമിലിയിലുള്ള വിമനെയൊക്കെ ഞങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ഗ്രാഫിക് ആയിട്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പ്രൊഫൈൽസ് എടുത്ത് നോക്കുമ്പോൾ ഇത് മറ്റേ AK-47 ട്രാക്ടറായിട്ട് നിൽക്കുന്ന ബ്രോസുമാണ്. അപ്പോൾ നമുക്ക് പേഴ്സണലി അവരോടൊരു ദേഷ്യ വൈരാഗ്യ വിരോധവും ഇല്ല. പക്ഷേ ടു നോ ദറ്റ് ഈ എക്സ്ട്രീമിസം എന്ന് പറയുന്ന കാര്യം ഇപ്പോഴും ആൾക്കാരെ ഇത്രമാത്രം ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അത് എനിക്ക് കുറച്ചൊരു ഡിസാർട്ടനിങ് ആയിരുന്നു ആ ഒരു കാര്യം. ബട്ട് ലക്കിലി ഇപ്പോൾ അതിൻ്റെ ആ പ്രശ്നമൊക്കെ മാറി. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇട്ടതോടെ ഐ തിങ്ക് കുറേ നാഷണൽ ന്യൂസ് ചാനൽസൊക്കെ അത് പിക്കപ്പ് ചെയ്തു. ന്യൂസ് പേപ്പേഴ്സിലൊക്കെ അത് വന്നു. അതുകൊണ്ട് ആൾക്കാർക്ക് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് പറഞ്ഞ പോലെ പാൻ ഇന്ത്യൻ ആക്ടർ എന്നുള്ളതിനപ്പുറത്തേക്ക് കങ്കണയുടെ ഇൻസ്റ്റാ പേജിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജിൽ എമർജൻസിയുടെ പോസ്റ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ അടിയിൽ ടാഗ് ചെയ്തിരുന്ന വിശാഖനെ ആയിരുന്നു. ആൻഡ് വിശാഖനെ ടാഗ് ചെയ്തിട്ട് അവർ പറഞ്ഞത് പവർ ഹൗസ് ഓഫ് ടാലന്റ് എന്നാണ്. പറയൂ, പവർ ഹൗസ് ഓഫ് ടാലന്റ് എങ്ങനെ കാണുന്നത്? അല്ല, അതൊക്കെ ഭയങ്കര ഒരു ഭാഗ്യമാണോ, വേറെ ഒന്നും പറയാനില്ല. ഹിന്ദിയിൽ ഞാൻ ഓഡിഷൻ ചെയ്യാണ്ട് കിട്ടിയ ആദ്യത്തെ റോള് എമർജൻസി ആയിരുന്നു. ഓഡിഷൻ ചെയ്യാണ്ട് ബിക്കോസ് തേജസിന് ഓഡിഷൻ വഴിയാണ് സെലക്ഷൻ കിട്ടിയത്. അവിടെ എന്തോ പ്രോബബ്ലി കങ്കന ഏതോ സീനിലോ എവിടെയോ വെച്ചോ എന്നിൽ എന്തൊക്കെയോ ഒരു പോസിബിലിറ്റി ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം. എന്നിട്ട് അവർ കുറേ ഇപ്പോൾ ഞാൻ പേരെടുത്ത് പറയുകയാണെങ്കിൽ ജിം സർബ് പോലത്തെ നല്ല ആക്ടേഴ്സിൻ്റെ അടുത്ത് അവർ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി, സഞ്ജയ് ഗാന്ധിയുടെ ക്യാരക്ടറിന് വേണ്ടി പല ആക്ടേഴ്സിനെ അവർ ട്രൈ ഔട്ട് ചെയ്തിട്ടാണ് ഫൈനലി ഐ തിങ്ക് ഒരു ലാസ്റ്റ് ഓപ്ഷനായിട്ട് എൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അപ്പം എൻ്റെ ഭാഗ്യം എന്നല്ലാണ്ട് വേറെ ഒന്നും കൂടി ഞാനതിനെ ബൂസ്റ്റ് ചെയ്യാം. അതിൻ്റെ അടിയിൽ കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞത് ഒരുപാട് ഇമോഷൻസ് പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ക്യാരക്ടർ എന്നും കൂടിയാണ്. സോ അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാം. ഭയങ്കര ഒരു എന്താ പറയുക, ഈ സഞ്ജയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഈസ് എ വെരി എനഗ്മാറ്റിക് ഫിഗർ. സത്യം പറഞ്ഞാൽ ഈ സഞ്ജയ് ഗാന്ധിയുടെ ക്യാരക്ടർ എൻ്റെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ഇയാളുടെ ഹിസ്റ്ററിയോ ഇയാളുടെ സ്വഭാവം ഇയാൾ എങ്ങനെ ഇരിക്കുന്ന പോലും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. പിന്നെ ഡീപ്പ് ഡൈവ് ചെയ്യപ്പോഴാണ് മനസ്സിലായി ഇയാൾ ഭയങ്കര ഒരു എക്സെൻട്രിക് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരെയും പെട്ടെന്ന് കയ്യിൽ നിന്നൊക്കെ പോകുന്ന ടൈപ്പ് ഒരു വ്യക്തിയായിരുന്നു. ഒരു ടിപ്പിക്കൽ റിച്ച് സ്പോയിൽ ബ്രാറ്റ് നെപ്പോ കിഡ് എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഒരു മനുഷ്യൻ.
അപ്പം അതുകൊണ്ട് തന്നെ പല എന്താ പറയുക ആ ഒരു സിംപ്ലിസിറ്റി വേണം അയാളുടെ പെർഫോമൻസിൽ, ആ ഒരു ഇന്നസെൻസ് വേണം, ഒരു ലോഡ് ഇൻസെക്യൂരിറ്റി വേണം. അതേസമയത്ത് യുനോ ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ ഉള്ളിൽ മറ്റേ ഈ ക്യാബിൻ മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് കയറി ചെന്ന് ബഹളം ഉണ്ടാക്കാനുള്ള ആ ഒരു തൻ്റെ ഇടവും വേണം. അപ്പം അങ്ങനത്തെ ഒരു നല്ലൊരു മിക്സ് ഓഫ് ക്വാളിറ്റീസ് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു ഇയാളുടേത്. ഈ പറഞ്ഞ പോലെ കാണാത്ത ഒരാളെ അല്ലെങ്കിൽ ഒരിക്കലും പരിചയമില്ലാത്ത ഒരാളെ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ആ ഒരു പ്രോസസ്സിനെ എടുക്കുന്നത്? ഇതിലത്തെ ഏറ്റവും വലിയ ചാലഞ്ച് അതായിരുന്നു. കാരണം ഈ സഞ്ജയ് ഗാന്ധി എന്നുള്ള ആ ഒരു റിയൽ ലൈഫ് ഫിഗറിനെ അറിയുന്ന ആൾക്കാർ എപ്പോഴും ജീവനോടെ ഉണ്ട്. യുനോ ഹിസ് വൈഫ് ഇസ് സ്റ്റിൽ അലൈവ്, ഹിസ് സൺ ഇസ് സ്റ്റിൽ അലൈവ്, എല്ലാവരും ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിനെ നമ്മൾ പോർട്രേ ചെയ്യുമ്പോൾ അതൊരു ആഡഡ് ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ്. യുനോ അപ്പോൾ പക്ഷേ ഇയാൾ ലൈഫിൽ ഒരിക്കലും ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല. ഇയാൾ പബ്ലിക് അപ്പിയറൻസസ് അങ്ങനെ ടെലിവിഷനിലോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ കുറേ ഈ ആർക്കൈവൽ ഫുട്ടേജ് എടുത്ത് പൊക്കി അതിൽ നിന്നായിരുന്നു റീസെർച്ച് കൂടുതലും നടത്താൻ പറ്റിയത്. മറ്റേ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അസോസിയേറ്റഡ് പ്രസ്, അങ്ങനെ പല റോയിട്ടേഴ്സ്, അവരുടെയൊക്കെ കുറേ ഇയാൾ മറ്റേ ജാഥയ്ക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ യു പിയിൽ എവിടെയെങ്കിലും പ്രസംഗം കൊടുക്കുന്നതും കോൺഗ്രസ് മറ്റേ കമ്മിറ്റി മീറ്റിങ്ങിലിരിക്കുന്ന അങ്ങനത്തെ പല 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 സ്നിപ്പെറ്റ്സ് എടുത്തു. പിന്നെ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ സ്പേസിലിരിക്കുന്ന വീഡിയോസായിട്ട് 1-2 കണ്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പറ്റുന്നതൊക്കെ നമ്മളിങ്ങനെ ഒപ്പിയെടുക്കുക എന്നല്ലാണ്ട് നമുക്കൊന്നും അങ്ങനെ വേറെ ഒന്നും ഫിസിക്കൽ റെഫറൻസ് ആയിട്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ റീഡിങ് റിയലി ഹെൽപ്ഡ്. കുറേ ഒരു നല്ല ബയോഗ്രഫി ഉണ്ട് ഇയാളെക്കുറിച്ച്. അപ്പോൾ ഇയാളുടെ ബയോഗ്രഫി വായിച്ചപ്പോഴാണ് ഇയാളുടെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലൊരു കോർ മോട്ടിവേഷൻ ഉണ്ടാവുമല്ലോ, ചൈൽഡ്ഹുഡിലോ അല്ലെങ്കിൽ ഫോർമേറ്റീവ് ഇയേഴ്സിൽ സംഭവിച്ച എന്തെങ്കിലും ഒരു കാരണം നമ്മളെ എപ്പോഴും എഫക്റ്റ് ചെയ്യുന്നൊരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഫിഗർ ഔട്ട് ചെയ്യപ്പോഴാണ് മനസ്സിലായത് ഓക്കെ ഇതാണ് സഞ്ജയ് ഗാന്ധി എന്നുള്ളത് മനസ്സിലായത് അപ്പോഴാണ്. കുറച്ചും കൂടെ വായിച്ചു നമ്മൾ തന്നെ ഓക്കെ ഓഫ് കോഴ്സ് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. അതുകൊണ്ട് ദിസ് ഈസ് സഞ്ജയ് ഗാന്ധി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറിയാണ്. ദിസ് ഇസ് മൈ ഇന്റർപ്രിറ്റേഷൻ ഓഫ് സഞ്ജയ് ഗാന്ധി എന്ന് വെച്ചാൽ ഇപ്പോൾ ശബ്ദത്തിലും ചലനത്തിലും എല്ലാത്തിലും നമ്മളത് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും 100% ആണോ അല്ലയോ ആ ക്യാരക്ടറിൻ്റെ എസൻസ് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ആസ് എൻ ആക്ടർ നമ്മുടെ ജോലി. ഐ ഡോണ്ട് തിങ്ക് യു ക്യാൻ എക്സാക്ട്ലി മിമിക് ഒരു റിയൽ ലൈഫ് ഫിഗർ. അതല്ല. ഐഡന്റിറ്റിയിലെ ടീസറിൽ വിശാഖിന്റെ ഒരൊറ്റ സാധനമേ ഉള്ളൂ. അത് എന്താണ് ആക്ച്വലി ആ ക്യാരക്ടർ? അധികം പറഞ്ഞത് കൂടുതൽ പറഞ്ഞത് സ്പോയിലറായി പോകും. അപ്പോൾ ഭയങ്കര സസ്പെൻസ്, അതും സസ്പെൻസ് ആണോ? ചെറിയൊരു സസ്പെൻസ് ഫാക്ടർ ഉണ്ട്. ബേസിക്കലി അതിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ട്രാക്കിൽ പോകുന്നൊരു ഫിലിമാണ്. അപ്പോൾ അതിൽ തൃഷയുടെയും ടോവി പ്ലേ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെയും ഹെൽപ്പിൽ വരുന്നത് അവരുടെ ടീമിന്റെ ഭാഗമാകുന്ന പറയാൻ പറ്റുള്ളൂ. അവരൊക്കെ ആയിട്ടായിരുന്നു അവരുമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ സീൻസ്. മാമായിട്ട് കുറെ സീൻസ് കിട്ടിയായിരുന്നു, തൃഷ മാമായിട്ട് കുറെ സീൻസ് കിട്ടിയായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. അത് വാസ് ആബ്സല്യൂട്ട് ഫൺ. വാട്ട് എ വണ്ടർഫുൾ വുമൻ. കാരണം ഞാൻ ഐ തിങ്ക് 9th മറ്റേ ഇത് ഇറങ്ങുന്നത് പിന്നെ താണ്ടി വരുവായ. അപ്പോൾ ജെസ്സിയുടെ കൂടെ നമുക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന് നമ്മുടെ ലൈഫിൽ വിചാരിക്കത്തില്ല. ബട്ട് ടു സ്പെൻഡ് ടൈം വിത്ത് ലവ്ലി വുമൻ, ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരാൾ, കുറേ പഠിക്കാനും പറ്റി. ഡോഗ് ലവറാണ്, ഞാനും ഡോഗ് ലവറാണ്. അപ്പോൾ അങ്ങനെ കുറേ ബോണ്ട് ചെയ്യാൻ പറ്റി ആൻഡ് ഈസി ടു വർക്ക് വിത്ത്. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. തൃഷ അറിഞ്ഞിരുന്നോ ഞാൻ ഈ സമയത്താണ് പിന്നെ താണ്ടി ഒരു ഇറങ്ങി എന്നുള്ള പരിപാടി? ഞാൻ പറഞ്ഞില്ല, അവർക്ക് ഫീൽ ആവൂലേ? അയ്യോ അതെ, ഇത്രയും വയസ്സാണെന്ന് നമ്മൾ പറയാൻ പാടില്ലല്ലോ അല്ലേ. ഓക്കെ, ഇനി വരാൻ പോകുന്ന സീരീസ് നെറ്റ്ഫ്ലിക്സിലെ പുതിയ സീരീസ്, അതിനെക്കുറിച്ച് പറയൂ. അതിൻ്റെ പേര് അക്ക എന്നാണ്. ഇതുവരെ അങ്ങനെ വലിയ അനൗൺസ്മെൻ്റ് ഒന്നും പുറത്ത് വന്നിട്ടില്ല. ജസ്റ്റ് ഓൺലൈൻ ഇങ്ങനെ ചെറിയ വാർത്ത വന്നേ ഉള്ളൂ. അതിൽ ഞാനൊരു പാരലൽ ലീഡാണ് പ്ലേ ചെയ്യുന്നത്. കൂടെയുള്ളത് കീർത്തി സുരേഷ്, രാധിക ആപ്തെ, പൂർണിമ ഇന്ദ്രജിത്ത്, പൂജ മോഹൻരാജ്. മലയാളത്തിൽ നിന്ന് കുറച്ച് പേരുണ്ട്. നമ്മുടെ ദിനേശ് പ്രഭാകർ എന്നുള്ള ആക്ടറുണ്ട്. അപ്പോൾ ഒരു ലാർജ് സ്കെയിൽ ഒരു സീരീസ് തന്നെയാണ്. അതിലത്തെ ടെക്നിക്കൽ ക്രൂവും എല്ലാവരും ഇപ്പം നമ്മൾ കാണുന്ന ഹിന്ദി ഫിലിംസിലും സീരീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഏറ്റവും ടോപ്പ് ഓഫ് ദ ടോപ്പ് ടെക്നീഷ്യൻസ് ആയിരുന്നു. അപ്പോൾ അതിലത്തെ എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വാസ് ടു ഗെറ്റ് ഇൻ ടു യഷ്രാജ് ഫിലിംസിൻ്റെ സ്റ്റുഡിയോ. ഷാറുഖ് ഖാൻ ഇവിടെ ഇരുന്നിട്ടുണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കാന്നൊക്കെ എം ജി ആർ കിടന്നു. അപ്പോൾ ആ ഒരു ഭയങ്കര ഒരു സറിയൽ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അവരെ. കാരണം ഞങ്ങൾ പോയപ്പോൾ അവിടെ കോഫി വെക്കാറിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഋത്തിക് ഉണ്ടായിരുന്നു, ഐ തിങ്ക് കട്രീന വാസ് ഓൾസോ ദേർ. അങ്ങനെ എന്തോ ഒരു സമയത്തായിരുന്നു ഞങ്ങൾ അവിടെ ലുക്ക് ട്രയലിനൊക്കെ ചെന്നത്. അപ്പോൾ ഞങ്ങളുടെ ലുക്ക് ട്രയൽ നടക്കുന്ന ഒരു കോറിഡോറിൽ തൊട്ടപ്പുറത്തെ ഒരു മുറിയിലായിരുന്നു അവിടെ നെയിം പ്ലേറ്റിൽ ചെയ്യുന്നു ഋത്തിക് റോഷൻ, കട്രീന കാഫ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ വാവ് ഓക്കെ എന്നുള്ളൊരു സാധനം. ബട്ട് അത് ഭയങ്കര ഒരു ഫുൾഫില്ലിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഒരു ലെജൻഡറി പ്രൊഡക്ഷൻ ഹൗസ് ആണല്ലോ യഷ്രാജ് എന്നൊക്കെ പറഞ്ഞാൽ.
ഇന്ത്യൻ സിനിമയിൽ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് പ്രൊഡക്ഷൻ ഹൗസസ് ആണല്ലോ. അപ്പോൾ ആദി ചോപ്ര ഒരു ഫ്രെയിമിൽ എൻ്റെ മോന്ത കണ്ടു എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ആ ഒരു ത്രില്ല് ഇപ്പോഴും മാറിയിട്ടില്ല. എന്താണ് ബേസിക്കലി എന്താണ് ആ സീരീസ് പറയുന്നത്? അതിന്റെ കണ്ടന്റിനെ കുറിച്ച് എന്തെങ്കിലും പറയോ? കണ്ടന്റിനെ കുറിച്ച് നമുക്ക് പറയാം. എന്തെങ്കിലും ഒരു ഐ കൻ ജസ്റ്റ് സേ ദാറ്റ് ഒരു പീരിയഡ് സീരീസാണ്. അതിൻ്റെ ഷൂട്ടൊക്കെ നമ്മൾ കേരളത്തിലായിരുന്നു. ഒരു ഓൾമോസ്റ്റ് 60-70% ഓഫ് ദ ഷൂട്ട് ഇവിടെയുള്ള നമ്മുടെ മനകളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇതുവരെ നമ്മൾ മലയാളം സിനിമയിൽ കണ്ട് പരിചയമുള്ള രീതിയിലല്ല അതിലവർ ഈ പറഞ്ഞ തറവാടുകളൊക്കെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിഷ്വലി ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും. വിശാഖന്റെ ഇൻസ്റ്റയില് വിശാഖന്റെ പേരിന്റെ കൂടെ തൊട്ടപ്പുറത്ത് ഒരു സ്ലാഷിൽ ഹിന്ദിയിലും കൂടി വിശാഖന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അറിയോ? അത്രേ ഉള്ളൂ. ഡോട്ട് എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, അത് വരാൻ കാരണം ബിക്കോസ് എൻ്റെ പേര് VISHAK എന്നാണ്. പലപ്പോഴും ആൾക്കാർ എന്നെ വിശാഖ് എന്നല്ല വൈശാഖ് എന്നാണ് വിളിക്കാറ്. അപ്പം അത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ചേട്ടാ ഇപ്പോഴും ആൾക്കാർ എൻ്റെ പേര് പഠിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം തോന്നാറുണ്ട്. അപ്പം അതുകൊണ്ട് മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഇൻസ്റ്റഗ്രാമിൽ എഴുതി വെച്ചിട്ടുണ്ട് വിശാഖിൻ്റെ കറക്റ്റ് സ്പെല്ലിങ്. അപ്പോൾ മലയാളത്തിൽ അത് വായിക്കുമ്പോൾ വിശാഖ് എന്നാണ്, അപ്പോൾ അത് മനസ്സിലാവും. ഇപ്പോൾ ഹിന്ദിയിൽ വായിച്ചാലും വിശാഖ് എന്നാണ്, അപ്പോൾ മനസ്സിലാവും. ഇനി അടുത്തൊരു തമിഴ് പടത്തിൽ അഭിനയിക്കുമ്പോൾ ഞാൻ തമിഴിലും അവിടെ എഴുതി വയ്ക്കും വിശാഖ് എന്ന്. അപ്പോൾ ആർക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ച് എഴുതി വെച്ചാൽ ഇനിയിപ്പോൾ ഒരു തമിഴ് പടം എങ്ങനെ ഉണ്ടാവും ഉറപ്പല്ലേ? അത് നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മൾ കൈ വെക്കാത്ത സ്ഥലങ്ങൾ ഉണ്ടാവില്ല. വെക്കരുത്, വിടരുത്. ഓക്കെ, ഫൈനലി ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എമർജൻസിയിൽ തന്നെ ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോവാണത്. സോ അതിൻ്റെ ഇഷ്യൂ വിശാഖനെ വല്ലാണ്ട് ബാധിച്ചിരുന്നു. ബട്ട് ഒരു എമർജൻസി സിറ്റുവേഷൻ, ഇപ്പോൾ എമർജൻസി എന്നുള്ള ടൈറ്റിലിൻ്റെ ബേസിസിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ ലൈഫിൽ വന്നു, അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇതൊരു ഭയങ്കര എമർജൻസി സംഭവമായിരുന്നു, ഞാനൊരു ഡിസിഷൻ ഇപ്പം തന്നെ ഉടനെ എടുക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ അതൊരു മെൻഷൻ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ഏതായിരിക്കും? സിനിമയിലേക്ക് വന്നു തന്നെ ഒരു ഭയങ്കര എമർജൻസി സിറ്റുവേഷനായിരുന്നു. ഞാൻ കോളേജ് കഴിഞ്ഞ് 2 വർഷം ജോലി എടുത്തു. എൻ്റെ കൂടെ ആയിരുന്നു നാടകമൊക്കെ. എന്നിട്ട് ജോലി ക്വിറ്റ് ചെയ്ത് നല്ലൊരു കോളേജിൽ MBA അഡ്മിഷൻ കിട്ടി. ജോയിൻ ചെയ്യുന്നതിന് ഒരു I think 1 week ബിഫോറാണ് ആനന്ദത്തിലേക്ക് സെലക്ഷൻ കിട്ടുന്നത്. അപ്പോൾ ആ പോയിന്റിൽ വീട്ടിൽ വേറെ സിറ്റുവേഷൻ വന്നത്. അന്ന് അച്ഛൻ പറഞ്ഞത്രേ ഉള്ളൂ, നിനക്ക് എത്ര ലൈൻ ഓഫ് ഡയലോഗ് ഉണ്ട്, എത്ര പേജ് ഉണ്ട്, നിനക്ക് ഡേറ്റ് താ, എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് താ. എൻ്റെ അന്ന് അതിരുന്ന് വീട്ടിൽ ഭയങ്കര അട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പിന്നെ ഒരു കോംപ്രമൈസിൽ എത്തിച്ച് ഫൈനലി നമുക്കൊരു തീരുമാനം എടുക്കണമായിരുന്നു. ഒന്നെങ്കിൽ സേ നോ ടു ദി MBA ആൻഡ് ഡു സിനിമ, ഓർ ചെയ്താൽ ഇത് പിന്നെ ചെയ്യാം, ആദ്യം പോയി MBA അല്ലെങ്കിൽ പഠനമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വരാം എന്നുള്ളൊരു തീരുമാനം എടുക്കണമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു ക്രൂഷ്യൽ ജംഗ്ഷറായിട്ട് ഇപ്പോഴും ഞാൻ ഓർക്കണം. അത്രയും സ്ട്രെസ് ഞാൻ ലൈഫിൽ അതിന് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് അത്രയും ഒരു പഠിച്ച് നല്ല കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി നല്ല കോളേജിൽ വീണ്ടും MBA അഡ്മിഷൻ കിട്ടി. പേരൻസ് ഭയങ്കര എഡ്യൂക്കേഷൻ ഫസ്റ്റ് അല്ലെങ്കിൽ സ്റ്റഡീസ് ഫസ്റ്റ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പം അന്ന് വീട്ടിൽ ഭയങ്കര ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും റീസെൻ്റ്ലി നടന്ന എമർജൻസി സിറ്റുവേഷൻ അതാണെന്ന് എനിക്ക് തോന്നുന്നു. എമർജൻസി ഓഫ് കോഴ്സ് Jan 17th. പിന്നെ ഓഫീസർ എന്ന് പറഞ്ഞൊരു ഫിലിം, അതിൽ ചാക്കോച്ചനും പ്രിയമണിയും ആണ് മെയിൻ സ്റ്റാർസ്. കൂടെ വില്ലനായിട്ട് ഞാനും ഉണ്ട്. പിന്നെ അത് മാർട്ടിൻ ചേട്ടനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ജിത്തു അഷ്റഫ് എന്നുള്ള പുതിയ ഡയറക്ടറാണ്, പുതിയ ഒരു ആക്ടർ അസോസിയേറ്റ് ഡയറക്ടറൊക്കെയാണ്. വെരി എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ്. കാരണം അതും ഒരു ആക്ഷൻ പാക്ഡ് ത്രില്ലറാണ് ആ സാധനം. ഇതെങ്ങനെയാണ് ക്യാരക്ടേഴ്സ് ചൂസിങ് എങ്ങനെയാണ്? കാരണം നമ്മളെപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ജോണറാണ് ഈ ആക്ഷൻ എന്ന് പറയുന്നത്, പണ്ട് തൊട്ടേ ചെറുപ്പം തൊട്ടേ. മൈ ഫേവറേറ്റ് ജോണർ അതാണ് ഇപ്പോഴും. അതെ, കാരണം ആക്ഷൻ അഭിനയിക്കാനും അതെ, ഇപ്പോൾ ആക്ഷൻ ഡയറക്റ്റ് ചെയ്യാനും ഭയങ്കര കൊതിയാണ് എനിക്ക്. ആക്ഷൻ അഭിനയിക്കുമ്പോൾ നമുക്ക് ഒരു ത്രില്ലാണല്ലോ. നമ്മൾ പണ്ട് ഇപ്പോൾ ഞാനും എൻ്റെ അനിയനും കൂടെ പണ്ട് നമ്മൾ സിനിമയിൽ കാണുന്ന മറ്റേ അന്യനിലെ അടിയും മേട്രിക്സിലെ അടിയൊക്കെ ഞങ്ങൾ ചുമ്മാ ക്യാം കോട്ടറിൽ വീട്ടിൽ മറ്റേ ബെഡിൻ്റെ മണ്ടേ ചെയ്ത് അങ്ങനെയാണ് സിനിമ പിടിച്ചു തുടങ്ങിയത് ടെക്നിക്കലി. അപ്പോൾ ഇത് കിട്ടുമ്പോൾ ആ ഒരു കിക്കും ആ ഒരു നൊസ്റ്റാൾജിയും നമുക്ക് തരുന്ന ഒരു കാര്യമാണ് ഈ ആക്ഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ദാറ്റ്സ് ഓൾവേസ് സ്പെഷ്യൽ, ആക്ഷൻ ചെയ്യാന്നുള്ളത്. സോ വരുന്ന സ്ക്രിപ്റ്റിൽ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ഇല്ല, അങ്ങനെ ആക്ഷൻ വേണമെന്ന് പറഞ്ഞ് ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ ചൂസ് ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ, കോൺസ്റ്റൻ്റ്ലി ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. പണ്ട് സംഭവിച്ച പോലെ ഒരേ ഒരു മീറ്ററിൽ അല്ലെങ്കിൽ ഒരേ ടോണിലുള്ള ക്യാരക്ടേഴ്സ് വീണ്ടും പിടിക്കാണ്ടിരിക്കുക. കുറച്ചാണ് സിനിമയിലാണ്ടിരുന്നാലും കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു എന്താ പറയുക, വേറെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ് പിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇഫ് എൻ ഓഡിയൻസ് ഈസ് എ പോസ്റ്റർ ഇത് നീയാണോ എന്ന് പറയുവാണെങ്കിൽ എൻ്റെ ജോബ് അവിടെ മര്യാദയ്ക്ക് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഈ എമർജൻസിയുടെ പോസ്റ്റർ കണ്ടപ്പോൾ പലരും മറ്റേ സഞ്ജയ് ഗാന്ധിയുടെ ഫോട്ടോ കണ്ടിട്ട് നീയാണോന്ന് ഞാനാണോന്ന് എന്നോട് ചോദിച്ചവർ പലരും ഉണ്ട്. പക്ഷേ ആ പോയിന്റിൽ ദാറ്റ്സ് മൈ സക്സസ് ഇൻ ദ സെൻസ് ആ ഒരു ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റുക, എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക, ഒരിക്കലും പ്രെഡിക്റ്റബിൾ ആവാണ്ടിരിക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ആക്ടേഴ്സൊക്കെ
അങ്ങനത്തെ ആക്ടേഴ്സാണ്. ഐ വുഡ് റാദർ ബി നോൺ ആസ് എ വെരി വെരി ഗുഡ് ആക്ടർ ദാൻ ബിക്കം ഒരു സൂപ്പർ സ്റ്റാർ ആൻഡ് ഓൺലി ഡു ദ സെയിം തിങ് ടിൽ ഐ ഡൈ. അപ്പോൾ ആ ഒരു കോൺഷ്യസ് ചോയ്സ് ഇപ്പോൾ നടത്തുന്നുണ്ട്. വിശാഖിന് ഒരു ബ്രേക്ക് വന്നിരുന്നു, ഈ പറഞ്ഞ പോലെ ബ്രേക്ക് വന്നിരുന്നു. ആൻഡ് സിനിമ ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒബ്വിയസ്ലി വരാൻ ചാൻസസ് ഉണ്ട്. സോ ആ ടൈമിൽ വിശാഖിന്റെ ഹോബീസ് അല്ലെങ്കിൽ വിശാഖ് എന്താ ചെയ്യാറ്? എഴുത്ത്. കുറേ എഴുതി. 2 സ്ക്രീൻ പ്ലേ ഇപ്പോൾ എഴുതി തീർക്കാൻ പറ്റി. അതിലൊരെണ്ണമാണ് ഇപ്പോൾ പിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ സമയത്ത് ഞാനും ആനന്ദും ഡയറക്റ്റ് ചെയ്ത ഗണേഷും കൂടെ ഞങ്ങളൊരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറേ ആഡ്സും മ്യൂസിക് വീഡിയോസൊക്കെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു. ഫിലിം സിറ്റി ബോംബെയിൽ ആദ്യമായിട്ട് പോകുന്നത് ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വരുന്നവനെ വെച്ചൊരു ആഡ് ചെയ്തപ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ പോയത്. അപ്പോൾ അങ്ങനെ കുറച്ച് ലാർജ് സ്കെയിലായിട്ടുള്ള കുറേ വലിയ ബ്രാൻഡ്സിനൊക്കെ ആയിട്ട് നമുക്ക് നാഷണൽ ലെവൽ ആഡ്സൊക്കെ ചെയ്യാൻ പറ്റി. അപ്പോൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യാത്ത ഡയറക്ഷൻ മസിൽസൊക്കെ ഒന്നോടെ യൂസ് ചെയ്യാൻ പറ്റിയത് ആ ഒരു ഗ്യാപ്പ് എടുത്തപ്പോഴാണ്. സോ ഐ തിങ്ക് ദാറ്റ് വാസ് ഒരു റിഫ്രഷർ കോഴ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ഒരു സാധനം വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇനി എന്തായാലും ഇനി അപ്കമിങ് മൂവീസ് ഒത്തിരി ഉണ്ട്. ആൻഡ് പെർട്ടിക്കുലർലി എമർജൻസി ഭയങ്കര മീറ്റിംഗ് ആണ്. ബിക്കോസ് അത്രയും ഒരു വിവാദം ഉണ്ടാക്കിയ അല്ലെങ്കിൽ അത്രയും ഒരു ചർച്ച ചെയ്യപ്പെട്ടൊരു സിനിമയാണ്. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടിപൊളിയായിട്ട് വരാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.